അങ്ങനെ നമ്മുടെ പഠനം മുന്നോട്ട് പോകുകയാണ്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷന്റെ 6ാമത്തെ പാർട്ട് വീഡിയോ വരെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇന്ന് നമ്മൾ മിശ്രിതങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണം, കുറച്ച് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഈ റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന ചാപ്റ്ററിന്റെ ഭാഗമായി മിശ്രിതങ്ങൾ, മിക്സ്ചേഴ്സിന്റെ കണക്കുകളൊക്കെ നമുക്ക് വരാറുണ്ട്. അപ്പൊ അതും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയാണ് ഈ ചാപ്റ്റർ തീർക്കുന്നത്. അപ്പൊ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്. ആദ്യത്തെ 5 പാർട്ട് വീഡിയോയിലെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ചു, മനസ്സിലാക്കി, നോട്ട് എഴുതി എന്നൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. മക്കളെ, ഇന്നത്തെ വീഡിയോയിൽ പഠിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നേരെ ക്ലാസ്സിലേക്ക് പോകാം. വേഗം വായു. നമ്മുടെ 15ാമത്തെ ടൈപ്പ് ചോദ്യം ഇതാണ്. നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ് ലായനിയിൽ ആസിഡും ജലവും 4:3 എന്ന അംശബന്ധത്തിലാണ്. 5 ലിറ്റർ വെള്ളം കൂടി ലായനിയിൽ ചേർത്തപ്പോൾ അംശബന്ധം 4:5 ആയി എങ്കിൽ ലായനിയിൽ ആസിഡിന്റെ അളവെത്ര? മിശ്രിതങ്ങളുടെ ചോദ്യമാണ്. നേർപ്പിച്ച സൾഫ്യൂരിക് ആസിഡ് ലായനിയിൽ ആസിഡും ജലവും 4:3 എന്ന അംശബന്ധത്തിലാണ്. മക്കളെ, ആസിഡിന്റെയും വാട്ടറിന്റെയും റേഷ്യോ തന്നിട്ടുണ്ട് 4:3. ഓക്കെ, 5 ലിറ്റർ വെള്ളം കൂടി ലായനി ചേർത്തു. അതായത് വെള്ളം മാത്രമേ ചേർത്തുള്ളൂ, ആസിഡ് ചേർത്തില്ല. 5 ലിറ്റർ വെള്ളം കൂടി ചേർത്തപ്പോൾ അംശബന്ധം 4:5 ആയി മാറി എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ലായനിയിൽ ആസിഡിന്റെ അളവ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ ഈ ചോദ്യങ്ങൾ ചെയ്യുന്ന മാർഗങ്ങൾ പഠിക്കാം, ഓരോന്നായിട്ട് പഠിക്കാം. ആദ്യത്തെ മെത്തേഡ് നമ്മൾ നോർമൽ മെത്തേഡാണ്. ആദ്യത്തെ മെത്തേഡ് ഏതാണ്? നോർമൽ. എങ്ങനെയാണ് ഈ കണക്ക് നോർമലായിട്ട് ചെയ്യുന്നത്? നോർമൽ മെത്തേഡാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. ശ്രദ്ധിച്ച് കണ്ടോ മക്കളെ. ഏത് റേഷ്യോയിലായിരുന്നു ആസിഡും വാട്ടറും? ആസിഡും വാട്ടറും 4:3 എന്ന റേഷ്യോയിലായിരുന്നു, അല്ലെ? ഒരു മിശ്രിതത്തിൽ ആസിഡും വാട്ടറും 4:3 എന്ന റേഷ്യോയിലായിരുന്നു. അപ്പൊ ആസിഡിന്റെ അളവ് നമുക്ക് 4x ലിറ്റർ ആയിരുന്നു എന്നും വാട്ടറിന്റെ അളവ് 3x ലിറ്റർ ആയിരുന്നു എന്നും എടുക്കാം. അപ്പൊ ആസിഡും ഉണ്ട്, വാട്ടറും ഉണ്ട്. ആസിഡും വാട്ടറും 4:3 എന്ന റേഷ്യോയിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആസിഡിന്റെ അളവ് 4x ലിറ്റർ, വാട്ടറിന്റെ അളവ് 3x ലിറ്റർ. ഇത്ര ഓക്കെ അല്ലേ? ഇതിലേക്ക് 5 ലിറ്റർ വെള്ളം ചേർത്തു എന്നല്ലേ പറഞ്ഞേക്കുന്നേ മക്കളെ? ഇതിലേക്ക് ചേർത്ത സാധനം വെള്ളമാണ്, അല്ലേ? അപ്പൊ വെള്ളം ചേർത്താൽ ഈ വാട്ടറിന്റെ പുതിയ അളവ് 3x + 5 എന്നാകും. കാരണം വെള്ളം മാത്രമാണ് ചേർത്തേ. 3x ലിറ്റർ വെള്ളം ഇപ്പം മിശ്രിതത്തിലുണ്ട്. അതിലേക്ക് 5 ലിറ്റർ വെള്ളം ചേർത്താൽ 3x + 5 ആണ് അതിലെ വെള്ളത്തിന്റെ അളവ്. എന്നാൽ ആസിഡ് ചേർത്തോ? ഇല്ല. ആസിഡിന്റെ പുതിയ അളവ് 4x തന്നെയാണ്. ആസിഡിന്റെ അളവിൽ മാറ്റമില്ല എൻ്റെ ചേട്ടാ. രണ്ടും ചേർത്തില്ല. മുമ്പത്തെ ടൈപ്പ് പോലെ രണ്ടും ചേർത്തില്ല. ഇവിടെ വെള്ളം മാത്രമേ ചേർത്തിട്ടുള്ളൂ, വെള്ളം മാത്രം. അപ്പം 5 ലിറ്റർ വെള്ളം ചേർത്താൽ 3x ആയിരുന്ന വെള്ളം 3x + 5 ആവും. ആസിഡിന്റെ പുതിയ അളവ് 4x തന്നെ. ഇനി അപ്പോൾ റേഷ്യോ എന്തായി മാറി എന്നാ പറഞ്ഞേക്കുന്നത്? അപ്പോൾ റേഷ്യോ 4:5 ആയി മാറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 4x = 3x + 5 എന്നതാണ് 4:5. അപ്പൊ നമുക്ക് ചെയ്യാലോ. 4x / 3x + 5ന്റെ വിലയാണ് എത്ര? 4 / 5. ശരിയല്ലേ? അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് ചെയ്യാലോ. ഇങ്ങനെ ക്രോസ് ചെയ്ത് ചെയ്യാം. ആണോ? 20x = 12x + I4 20, അല്ലേ? ഇങ്ങോട്ട് പോയി. അപ്പൊ എങ്ങനെ വന്നു? 8x എന്ന് വന്നു. 8x = 20 എന്ന് വരും. അതിൽ നിന്ന് എക്സിന്റെ വില 20/8, 10/4, 5/2. അതായത് എക്സിന്റെ വില 2.5 എന്ന് കിട്ടും. എക്സിന്റെ വില 2.5 ആണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് ആസിഡിന്റെ അളവാണ്. ആസിഡിന്റെ അളവ് 4x ലിറ്റർ ആയിരുന്നു തുടക്കത്തിൽ, ഇപ്പോഴും 4x ലിറ്റർ തന്നെ. അപ്പൊ അതിൽ എക്സ് 2.5 ആണെങ്കിൽ 4x എന്ന് പറഞ്ഞാൽ 4 × 2.5 എന്ന് വരും. അതായത് ആൻസർ 10 ലിറ്റർ ആണ് ആസിഡിന്റെ അളവ് എന്ന് കിട്ടും. ആദ്യവും 10 ലിറ്റർ തന്നെ,
ഇപ്പോൾ ഫൈനലിലും 10 ലിറ്റർ തന്നെ. കാരണം ആസിഡ് അല്ല ചേർത്തത്, വെള്ളമാണ് ചേർത്തത്. അപ്പോൾ ആസിഡിൻ്റെ അളവിൽ മാറ്റം വരുന്നില്ല. ഇതാണ് ഈ കണക്ക് ചെയ്യാനുള്ള നോർമൽ കൺസെപ്റ്റ്. ഇതൊന്നും അറിയണം നിങ്ങളെല്ലാവരും അല്ലേ. ആസിഡും വാട്ടറും 4:3 എന്ന റേഷ്യോയിൽ. അപ്പോൾ ആസിഡിൻ്റെ അളവ് 4x ലിറ്റർ എന്നും വാട്ടറിൻ്റെ അളവ് 3x ലിറ്റർ എന്നും എടുത്തു. അതിലേക്ക് വെള്ളം മാത്രം ചേർത്തു. അപ്പോൾ ആസിഡിൻ്റെ പുതിയ അളവ് 4x തന്നെ, വാട്ടറിൻ്റെ പുതിയ അളവ് 3x+5. ഇപ്പോൾ പുതിയ റേഷ്യോ 4:5 ആണ്. 4x/3x+5 എന്ന് പറഞ്ഞാൽ 4/5 എന്ന റേഷ്യോയിലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് എഴുതി മക്കളെ. സോ x = 2.5 എന്ന് കിട്ടി. ചെയ്തത് പക്കയാണോ? ഇതാണ് നോർമൽ മെത്തേഡ്. ഇനി മുന്നോട്ട് പോവാം, ബാക്കി കാര്യങ്ങൾ പഠിക്കാം. ശ്രദ്ധിച്ച് കേട്ടോ. നോർമൽ മെത്തേഡ് കഴിഞ്ഞാൽ നമ്മൾ ഇനി ഇതിൻ്റെ ഒരു ലോജിക്കൽ മെത്തേഡ് പഠിക്കുവാണ്. അടുത്ത മെത്തേഡ് ഏതാ? ലോജിക്കൽ മെത്തേഡ്. ലോജിക്ക് വെച്ച് എങ്ങനെ ചെയ്യാം, ലോജിക്കൽ മെത്തേഡാണ് അടുത്തത് പഠിക്കുന്നത്. ശ്രദ്ധിച്ച് കേട്ടോ. ഏത് റേഷ്യോയിലായിരുന്നു ആസിഡും വാട്ടറും? 4:3 ആയിരുന്നു അല്ലേ. 4:3 എന്ന റേഷ്യോയിലായിരുന്നു ആസിഡും വാട്ടറും. ഇതിലേക്ക് 5 ലിറ്റർ വെള്ളം ചേർത്തപ്പം അത് 4:5 എന്ന റേഷ്യോയിലേക്ക് മാറി. ആസിഡിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ ആണ് മക്കളെ. ആസിഡിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ 4:3 ആയിരുന്നു. 5 ലിറ്റർ വെള്ളം അതിലേക്ക് ചേർത്തപ്പം അത് 4:5 എന്ന റേഷ്യോയിലേക്ക് മാറി എന്ന് തന്നിട്ടുണ്ട് അല്ലേ. ഇനി നമ്മുടെ ലോജിക്ക് ശ്രദ്ധിച്ചേ മക്കളെ. നമ്മൾ ആസിഡ് ചേർത്തില്ല, വാട്ടറാണ് ചേർത്തത്. ആണോ? ആസിഡ് ചേർത്തില്ല, ആസിഡിൻ്റെ റേഷ്യോ മാറിയിട്ടുമില്ല. ശ്രദ്ധിച്ചോ. ആസിഡിൻ്റെ ആദ്യത്തെ റേഷ്യോ 4, ആസിഡിൻ്റെ ഇപ്പോഴത്തെ റേഷ്യോ 4. ആസിഡ് ചേർത്തില്ല, അതുകൊണ്ട് ആസിഡിൻ്റെ റേഷ്യോ മാറിയിട്ടില്ല. പക്ഷേ വാട്ടർ ചേർത്തു, വാട്ടറിൻ്റെ റേഷ്യോ കൂടി. വാട്ടറിൻ്റെ റേഷ്യോ 2 റേഷ്യോ കൂടി. ആണോ? 5 ലിറ്റർ വെള്ളം ചേർത്തപ്പം. അപ്പം 2 റേഷ്യോ എന്ന് പറഞ്ഞാൽ 5 ലിറ്ററിന് തുല്യമല്ലേ. അങ്ങനെയെങ്കിൽ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 5/2, അതായത് 2.5 ലിറ്റർ അല്ലേ ഒരു റേഷ്യോ. ഒരു റേഷ്യോ 2.5 ലിറ്റർ ആണെങ്കിൽ ആസിഡിൻ്റെ അളവ് കാണാനല്ലേ ചോദ്യം. ആസിഡിൻ്റെ അളവ് 4 എന്ന റേഷ്യോയിലല്ലേ. അപ്പം 4 × 2.5 എന്ന് വരും. നമുക്ക് 10 ലിറ്റർ എന്നാണ് കിട്ടുന്നത്. 10 ലിറ്റർ. ഇതാണ് ഇതിൻ്റെ ലോജിക്കൽ മെത്തേഡ്. യെസ്, ഇതാണ് ഇതിൻ്റെ ലോജിക്കൽ മെത്തേഡ്. സംഗതി ടെക്നിക്ക് മനസ്സിലായോ? ലോജിക്കൽ മെത്തേഡ് ഞാൻ ഒന്നുകൂടെ പറയാവേ. അതായത് ഇവിടെ ആസിഡും വാട്ടറും ഉണ്ട്. 4:3 എന്ന റേഷ്യോയിലാണ്. 5 ലിറ്റർ വെള്ളം ചേർത്തപ്പോൾ അത് 4:5 എന്ന റേഷ്യോയിലേക്ക് മാറിയിട്ടുണ്ട്. ആസിഡ് ചേർത്തില്ലല്ലോ, അതുകൊണ്ട് ഈ ചോദ്യത്തിൽ ആസിഡിൻ്റെ റേഷ്യോ മാറിയിട്ടില്ല. എല്ലാ ചോദ്യത്തിലും അങ്ങനെ ആവണം എന്നില്ല. ഈ ചോദ്യത്തിൻ്റെ പ്രത്യേകത കാരണം ഇവിടെ ആസിഡിൻ്റെ റേഷ്യോ മാറിയിട്ടില്ല. വാട്ടർ 2 റേഷ്യോ കൂടി 5 ലിറ്റർ ചേർത്തപ്പോൾ, അപ്പോൾ ഒരു റേഷ്യോ 2.5 ലിറ്ററിന് തുല്യമാണ്. ഒരു റേഷ്യോ 2.5 ലിറ്റർ ആണെങ്കിൽ 4 റേഷ്യോ 10 ലിറ്ററിന് തുല്യമാണ്. 4 × 2.5 10 ലിറ്ററിന് തുല്യമാണ് 4 റേഷ്യോ എന്ന് പറഞ്ഞാൽ. കേൾക്കുന്നുണ്ടോ മക്കളെ? അപ്പോൾ എത്ര ലിറ്റർ ആസിഡ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ 10 ലിറ്റർ. അപ്പം നിങ്ങൾ ഓർക്കും ഈ ആസിഡിൻ്റെ റേഷ്യോ എല്ലാ ചോദ്യത്തിലും മാറാതിരിക്കുമെന്ന്. മക്കളെ, ആസിഡ് ചേർത്തില്ല എന്നുള്ളത് ശരിയാണ്, ആസിഡിൻ്റെ റേഷ്യോ മാറിയിട്ടില്ല എന്നുള്ളതും ശരിയാണ്. അത് ഈ ചോദ്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. എല്ലാ ചോദ്യത്തിലും അങ്ങനെ ആവണം എന്നില്ല. ആസിഡിൻ്റെ റേഷ്യോ മാറാം. ആസിഡ് ചേർത്തില്ലെങ്കിലും റേഷ്യോ മാറിപ്പോകാറുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ ചെയ്യേണ്ട രീതി എങ്ങനെയാണെന്ന് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം എന്തായാലും ഈ ചോദ്യത്തിൽ മനസ്സിലായല്ലോ. ആസിഡ് ചേർത്തില്ല, ആസിഡിൻ്റെ റേഷ്യോ മാറിയിട്ടില്ല. വാട്ടർ 2 റേഷ്യോ കൂടി 5 ലിറ്റർ ചേർത്തപ്പോൾ ഒരു റേഷ്യോ 2.5 ലിറ്റർ തുല്യം. 4 റേഷ്യോ 4 × 2.5 10 ലിറ്റർ. ഇതൊക്കെയാണല്ലോ. ആണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അപ്പം നോർമൽ മെത്തേഡും മനസ്സിലായി, ലോജിക്കൽ മെത്തേഡും മനസ്സിലായി. ഓക്കെ അല്ലേ? ആണ്. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം. ആസിഡും ജലവും ചേർന്ന ഒരു മിശ്രിതത്തിൽ ആസിഡും ജലവും 4:3 എന്ന അംശബന്ധത്തിലാണ്. 14 ലിറ്റർ വെള്ളം കൂടി മിശ്രിതത്തിൽ ചേർത്തപ്പോൾ അംശബന്ധം 3:4 ആയി. എങ്കിൽ മിശ്രിതത്തിൽ ആസിഡിൻ്റെ അളവെത്ര? ഓക്കെ,
അപ്പോൾ ഇവിടെ പറഞ്ഞേക്കുന്നത് ആസിഡും ജലവും ചേർന്ന മിശ്രിതത്തിൽ ആസിഡും ജലവും 4:3 എന്ന റേഷ്യോയിലാണ്. അപ്പോൾ ആസിഡിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ തന്നിട്ടുണ്ട്. അത് 4:3 ആണ്. ആസിഡിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ 4:3 ആണ്. ഇനി അതിലേക്ക് ആസിഡിൻ്റെ അളവ് 4x ലിറ്റർ ആണെന്നറിയാം, വാട്ടറിൻ്റെ അളവ് 3x ലിറ്റർ ആണെന്നറിയാം. അതിലേക്ക് 14 ലിറ്റർ വെള്ളം ചേർത്തു. അപ്പോൾ വാട്ടറിൻ്റെ പുതിയ അളവ് 3x + 14 ആണ്. ആസിഡിൻ്റെ പുതിയ അളവ് 4x തന്നെ. അപ്പോൾ റേഷ്യോ മാറി എന്ന് പറഞ്ഞിട്ടുണ്ട്. റേഷ്യോ 3:4 ആയി മാറി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 4x ഡിവൈഡഡ് ബൈ 3x + 14 ഈക്വൽ ടു എത്രയാ മക്കളെ? 3/4 എന്ന റേഷ്യോയിലാണ്. ഇങ്ങോട്ട് ഗുണിച്ചു, അതുപോലെ ഇങ്ങോട്ടും ഗുണിച്ചു. ശരിയല്ലേ? അപ്പോൾ 16x ഈക്വൽ ടു 9x + 14 × 3 42 എന്ന് വരും മക്കളെ. 7x ഈക്വൽ ടു 42 ആണ്. അതിൽ നിന്ന് x ഈക്വൽ ടു 42/7 6 എന്ന് കിട്ടും. x ഈക്വൽ ടു 6 ആണ്. x 6 ആണെങ്കിൽ കണ്ടുപിടിക്കേണ്ടത് എന്താ? ആസിഡിൻ്റെ അളവ് എത്ര എന്നല്ലേ കണ്ടുപിടിക്കണ്ടേ? ആസിഡിൻ്റെ അളവ് എത്ര എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ആസിഡിൻ്റെ അളവ് 4x ആയിരുന്നു തുടക്കത്തിലും, ഇപ്പോഴും 4x തന്നെ. അപ്പോൾ 4 × 6 6 4 24 ലിറ്റർ ആണ് ആസിഡിൻ്റെ അളവ് എന്ന് കിട്ടും. ഓപ്ഷൻ ഏതാ കറക്റ്റ്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇതാണ് നോർമൽ മെത്തേഡ്, നമുക്ക് ചെയ്യാൻ അറിയാം. ഇനി എന്താ മക്കളെ ഇതിൻ്റെ ഷോർട്ട് മെത്തേഡ്? നമുക്ക് നോക്കാം. ഷോർട്ട് മെത്തേഡ് അല്ല, ലോജിക്കൽ മെത്തേഡ്. 4:3 ആയിരുന്നല്ലോ ആസിഡിൻ്റെയും വാട്ടറിൻ്റെ റേഷ്യോ. 4:3 ആണ് ആസിഡിൻ്റെയും വാട്ടറിൻ്റെ റേഷ്യോ. ആസിഡിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ 4:3. ഇതിലേക്ക് 14 ലിറ്റർ വെള്ളം ചേർത്തു. അപ്പോൾ ഏത് റേഷ്യോയിലേക്ക് മാറി? 3:4 എന്ന റേഷ്യോയിലേക്ക് മാറി എന്ന് മനസ്സിലായി. 3:4 എന്ന റേഷ്യോയിലേക്ക് മാറി. ആസിഡ് കൊണ്ട് വാട്ടർ കൊണ്ട് 4:3 എന്ന റേഷ്യോയിലാണ് 14 ലിറ്റർ വെള്ളം ചേർത്തപ്പോൾ അത് 3:4 എന്ന റേഷ്യോയിലേക്ക് മാറി. മക്കളെ ഇവിടെ ആസിഡ് ചേർത്തായിരുന്നോ? ആസിഡ് ചേർത്തില്ല, പക്ഷേ ആസിഡിൻ്റെ റേഷ്യോ ചേഞ്ച് ആയിട്ടുണ്ട്. ആസിഡ് ചേർത്തില്ലെങ്കിൽ ആസിഡിൻ്റെ റേഷ്യോ മാറാൻ പാടില്ല, പക്ഷേ ഈ ചോദ്യത്തിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? ഇനി നമ്മൾ ചെയ്യേണ്ടത് ആസിഡിൻ്റെ റേഷ്യോയെ കോൺസ്റ്റൻ്റ് ആക്കി മാറ്റണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്ത ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇനി ആസിഡിൻ്റെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആക്കാൻ എന്താ മാർഗം? നമുക്കറിയാം, ഇത് 3ഉം ഇത് 4ഉം അല്ലേ? ഒരു സൈഡ് 3, ഒരു സൈഡ് 4. ഇത് 3 ആണ്, ഇത് 4 ആണ്. ഇത് ഈക്വൽ ആക്കണമെങ്കിൽ ഈ 4 കൊണ്ട് താഴത്തെ 3നെ ഗുണിക്കണം, ആ 3 കൊണ്ട് മുകളിലത്തെ 4നെയും ഗുണിക്കണം. അപ്പം എന്ത് സംഭവിക്കും നോക്കിയേ? ആസിഡിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ 3 കൊണ്ട് ഗുണിക്കുമ്പം 12:9 ആയി. ഓക്കെ, ഇനി അതിലേക്കാണ് 14 ലിറ്റർ വെള്ളം ചേർത്തത്, ആണോ? ഇനി 3:4നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ 12:16 ആയി. ഇപ്പം നിങ്ങൾ നോക്കിക്കേ, ഇപ്പം എന്ത് സംഭവിച്ചു? ആസിഡിൻ്റെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആയില്ലേ? കണ്ടോ? ആസിഡിൻ്റെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആക്കാനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഗുണിച്ചത്. ഈ 4 കൊണ്ട് ഈ റേഷ്യോയെ മുഴുവൻ ഗുണിച്ചു, ഈ 3 കൊണ്ട് ഈ റേഷ്യോയെ മുഴുവൻ ഗുണിച്ചു. അങ്ങനെ ഞാൻ ഈക്വൽ ആക്കി മാറ്റി. കണ്ടോ? ഇപ്പം ആസിഡിൻ്റെ റേഷ്യോ ഇവിടെയും 12, ആസിഡിൻ്റെ റേഷ്യോ ഇവിടെയും 12. ആസിഡിൻ്റെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആക്കി. മക്കളെ ഇനി ഈ സാധനം അങ്ങ് ഒഴിവാക്കുക. ഇത് പഴയ അളവുകളാണ്. ഇനി നമ്മൾ കണക്ക് ചെയ്യേണ്ടത് ഇത് വെച്ചാൽ. ഇപ്പോൾ ആസിഡിൻ്റെയും വാട്ടറിൻ്റെയും പുതിയ റേഷ്യോ 12:9 ആണ്. അതിലേക്ക് 14 ലിറ്റർ വെള്ളം ചേർത്തു, അപ്പോൾ 12:16 ആയിട്ട് മാറി. ഇനി ഇത് വെച്ചേ കണക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇതിനെ മാറ്റി നമ്മൾ ഇങ്ങോട്ടാക്കിയായിരുന്നു, അത് മറക്കരുത്. ഇപ്പോൾ ആസിഡിൻ്റെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആയി. ഇനി നിങ്ങൾ നോക്കിയേ, ഇവിടെ വാട്ടറിൻ്റെ റേഷ്യോ എത്ര കൂടി? 7 റേഷ്യോ കൂടി അല്ലേ?
14 ലിറ്റർ ആഡ് ചെയ്തപ്പം. അപ്പോൾ 7 എന്ന് പറഞ്ഞാൽ 14 ലിറ്ററിന് തുല്യമല്ലേ? 7:14 ലിറ്ററിന് തുല്യമാണെങ്കിൽ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 14/7 2 ലിറ്ററിന് തുല്യമല്ലേ? ഒരു റേഷ്യോ 2 ലിറ്ററിന് തുല്യമാണെങ്കിൽ ആസിഡിൻ്റെ അളവല്ലേ കാണണ്ടേ? ആസിഡിൻ്റെ അളവ് 12 റേഷ്യോയിലല്ലേ? 12 × 2 24 ലിറ്ററാണ് ആസിഡിൻ്റെ അളവ് എന്ന് കിട്ടും. ഇതാണ് ഈ കണക്ക് ചെയ്യുന്ന ലോജിക്കൽ മെത്തേഡ്. അപ്പം മുമ്പത്തെ ചോദ്യത്തിൽ ആസിഡ് ചേർത്തില്ല, ആസിഡിൻ്റെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിരുന്നു, അപ്പം നല്ല എളുപ്പമായിരുന്നു. ഇതിൽ ആസിഡ് ചേർത്തില്ല, പക്ഷെ ആസിഡിൻ്റെ റേഷ്യോ മാറിയിട്ടുണ്ട്. അപ്പം ആസിഡിൻ്റെ റേഷ്യോ ഒരേപോലെ ആക്കിയിട്ട് കണക്ക് ചെയ്യണം. ശരിയല്ലേ? ആസിഡ് ചേർത്തില്ലെങ്കിൽ ആസിഡിൻ്റെ റേഷ്യോനെ ഒരേപോലെ ആക്കുക, എന്നിട്ട് ചെയ്യുക. ഇപ്പം ആസിഡിൻ്റെ റേഷ്യോ ഒരേപോലെ ആക്കാൻ 3ഉം 4ഉം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഗുണിച്ചു. അപ്പം 12 എന്നായി മാറി ആസിഡിൻ്റെ റേഷ്യോ ഒരേപോലെയായി. വാട്ടറിൻ്റെ റേഷ്യോ 7 കൂടി 14 ലിറ്റർ വെള്ളം ചേർത്തും. അപ്പോൾ 7:14 ആണെങ്കിൽ 1:2. 1:2 ആണെങ്കിൽ ആസിഡിൻ്റെ പുതിയ അളവുകൾ 12 ആണല്ലോ. അപ്പോൾ 12 എന്ന് പറഞ്ഞാൽ 12 × 2 24 ലിറ്ററാണ് ആസിഡിൻ്റെ പുതിയ അളവെന്ന് കിട്ടും. ഇതാണ് ആസിഡിൻ്റെ റേഷ്യോ ഒരേപോലെ അല്ലാതെ വരുമ്പം ഒരേപോലെ ആക്കി ചെയ്യുന്ന മെത്തേഡ്. കാര്യങ്ങൾ ക്ലിയർ അല്ലേ? യെസ്, ഞാൻ പറഞ്ഞു കുറച്ച് നന്നായിട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് കൂടുതൽ മെത്തേഡുകൾ പറഞ്ഞു തരുന്നതിന് വേണ്ടിയാണ് ഈ ഒരു മെത്തേഡ് മാത്രമല്ലാതെ അഡീഷണൽ ആയിട്ട് മെത്തേഡുകൾ പറയണേ. കുറച്ചുകൂടെ റേഞ്ച് കൂട്ടി പഠിക്കാൻ വേണ്ടിയാണ്. തുടക്കക്കാരായിട്ട് പഠിക്കുന്നവർ കൺഫ്യൂഷൻ ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു മെത്തേഡ് മാത്രം പഠിച്ച് വെച്ചാൽ മതി. ബോധേഡാവണ്ട. നമ്മുടെ ക്ലാസ് കാണുന്നതിൽ എല്ലാ തരക്കാരും ഉണ്ടല്ലോ. അപ്പം അതിൽ റേഞ്ചുള്ള നന്നായിട്ട് ചെയ്യുന്നവരെ ഉദ്ദേശിച്ചാണ് എക്സ്ട്രാ കൂടുതൽ മെത്തേഡുകൾ പഠിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ തുടക്കക്കാരെ സംബന്ധിച്ച് ഏതെങ്കിലും നന്നായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് റേഞ്ചൊക്കെ ആയിക്കഴിയുമ്പോൾ നമുക്ക് ബാക്കി ഇങ്ങോട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും. അടുത്തൊരു ചോദ്യം നോക്കിയേ. ചെറിയ വ്യത്യാസമുണ്ട്, ചോദ്യം ശ്രദ്ധിക്കണേ. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എണ്ണം 2:3 എന്ന അംശബന്ധത്തിലാണ്. 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും സ്കൂളിൽ നിന്ന് മാറിപ്പോയി. ഇപ്പോൾ അവർ തമ്മിലുള്ള അംശബന്ധം 3:5 ആണ്. എങ്കിൽ ഇപ്പോൾ ക്ലാസ്സിലുള്ള പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളുടെയും എണ്ണം 2:3 എന്ന അംശബന്ധത്തിലാണ്. 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും സ്കൂളിൽ നിന്ന് മാറിപ്പോയി. ഇപ്പോൾ അവർ തമ്മിലുള്ള അംശബന്ധം 3:5 ആണ്. എങ്കിൽ ഇപ്പോൾ ക്ലാസ്സിലുള്ള പെൺകുട്ടികളുടെ എണ്ണം എത്രയാണ്? നോക്കാം. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെ എണ്ണം തന്നിട്ടുണ്ട്. സോ ബോയ്സിൻ്റെയും ഗേൾസിൻ്റെയും റേഷ്യോ തന്നിട്ടുണ്ട്. എത്രയാണ്? 2:3 ആണ്. അപ്പോൾ ബോയ്സിൻ്റെ എണ്ണം 2x ആയിരുന്നു എന്നും ഗേൾസിൻ്റെ എണ്ണം 3x ആയിരുന്നു എന്നും എടുക്കാം. 2 ആൺകുട്ടികളും 2 പെൺകുട്ടികളും സ്കൂളിൽ നിന്ന് മാറിപ്പോയി. അപ്പം ആൺകുട്ടികളുടെ പുതിയ എണ്ണം 2x - 2 ആണ്. പെൺകുട്ടികളുടെ പുതിയ എണ്ണം 3x - 2 ആണ്. അപ്പോൾ അവർ തമ്മിലുള്ള റേഷ്യോ 3:5 ആയിട്ട് മാറി എന്ന് തന്നിട്ടുണ്ട് അല്ലേ? എങ്കിൽ ക്ലാസ്സിലെ പെൺകുട്ടികളുടെ എണ്ണം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, വേറൊന്നും അറിയാനില്ല. 2x - 2 ഡിവൈഡഡ് ബൈ 3x - 2വിൻ്റെ വിലയാണ് എത്ര? 3/5. ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യാലോ മക്കളെ. ഇങ്ങോട്ടും ക്രോസ് ചെയ്യാം, ഇങ്ങോട്ടും ക്രോസ് ചെയ്യാം അല്ലേ? അങ്ങനെ ക്രോസ് ചെയ്ത് എഴുതുമ്പം 10x - 10 = 9x - 6 ആണോ? ഇത് ഇങ്ങോട്ട് മാറ്റുമ്പോൾ 10x - 9x 1x = -6 അവിടെയുണ്ട്. -10 അങ്ങോട്ട് പോകുമ്പോൾ +10 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ 1x = നമുക്ക് 4 എന്ന് വരും. 1x = 4 ആണ്. കണ്ടുപിടിക്കേണ്ടത് പെൺകുട്ടികളുടെ എണ്ണം എത്രയായിരുന്നു എന്നാണ്. പെൺകുട്ടികളുടെ എണ്ണം 3x ആയിരുന്നല്ലോ അല്ലേ? എങ്കിൽ ഇപ്പോൾ ക്ലാസ്സിലുള്ള പെൺകുട്ടികളുടെ എണ്ണമാണ്. ഇപ്പോൾ ക്ലാസ്സിലുള്ള പെൺകുട്ടികളുടെ എണ്ണം ഇതാ മക്കളെ അല്ലേ? 3x - 2 അല്ലേ ഇപ്പോൾ ക്ലാസ്സിലുള്ള പെൺകുട്ടികളുടെ എണ്ണം.
അപ്പോൾ 3x എന്ന് പറഞ്ഞാൽ 3 × 4 12 മൈനസ് 2 അല്ലേ. അപ്പോൾ ആൻസർ എത്ര കിട്ടും? 10 ആണ് കേട്ടോ. ആൻസർ ഓപ്ഷൻ ബി ആണ് 10. ഇപ്പോൾ ശ്രദ്ധിക്കണം, ഇപ്പോൾ ക്ലാസ്സിലുള്ള പെൺകുട്ടികളുടെ എണ്ണം. പെൺകുട്ടികൾ 2 പേര് പോയി, പഴയ എണ്ണമല്ല, ഇപ്പോഴത്തെ എണ്ണം 3x മൈനസ് 2 ആ. എക്സ് 4 ആണെങ്കിൽ 3x മൈനസ് 2 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 10 വരും അല്ലേ. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ വരുമ്പം അതിൻ്റെ ബേസിക് കൺസെപ്റ്റ് നമുക്കറിയാമെങ്കിൽ നമുക്ക് ചോദ്യം തിരിച്ചോ മറിച്ചോ ഒക്കെ വന്നാലും ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നിങ്ങളൊന്ന് ഓർത്തോണം കേട്ടോ. അപ്പോൾ ബോയ്സും ഗേൾസും 2:3 എന്ന റേഷ്യോയിലാണ്. 2x ആണ് ബോയ്സിൻ്റെ എണ്ണം, ഗേൾസിൻ്റെ എണ്ണം 3x ആണ്. ഇനി ബോയ്സ് 2 പേര് പോയി, ഗേൾസിന് 2 പേര്. 2x മൈനസ് 2 ആണ് ബോയ്സിൻ്റെ പുതിയ എണ്ണം, 3x മൈനസ് 2 ആണ് ഗേൾസിൻ്റെ പുതിയ എണ്ണം. പുതിയ റേഷ്യോ 3:5 ആണ്. അപ്പോൾ 2x മൈനസ് 2 ബൈ 3x മൈനസ് 2 = 3/5 ആണ്. ക്രോസ് ചെയ്ത് സോൾവ് ചെയ്ത് എക്സ് കണ്ടുപിടിച്ചു. ഗേൾസിൻ്റെ പുതിയ എണ്ണമാണ് ചോദിച്ചേക്കുന്നത്, അത് 3x മൈനസ് 2 തുല്യമാണ്. 3x എന്ന് പറഞ്ഞാൽ 12 ആണ്. 12 മൈനസ് 2 10 എന്ന് കിട്ടും കേട്ടോ. ആൻസർ ഓപ്ഷൻ ബി ആണ് 10. എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ കണക്ക് ചെയ്യുന്നത്? അതായത് പുരുഷന്മാരും സ്ത്രീകളും 3:2 എന്ന റേഷ്യോയിലാണ് അല്ലേ. നമുക്കറിയാം പുരുഷന്മാരും സ്ത്രീകളും തമ്മിലുള്ള റേഷ്യോ 3:2 ആണ്. ഓക്കെ, ഇതിൽ നിന്ന് 1/4 ഭാഗം സ്ത്രീകൾ പിരിഞ്ഞു പോയെങ്കിൽ ഇപ്പോൾ അവർ തമ്മിലുള്ള അംശബന്ധം എത്ര എന്ന ചോദ്യം. ഓക്കെ, അപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും 3:2 എന്ന റേഷ്യോയിലാണ്. സ്ത്രീകളിൽ നിന്ന് 1/4 ഭാഗം പിരിഞ്ഞു പോയി എങ്കിൽ ഇപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും ഏത് റേഷ്യോയിലായിരിക്കും? ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോഴേ ഏതെങ്കിലും എക്സാമ്പിൾ വില പുരുഷനും സ്ത്രീക്കും കൊടുത്ത് ചെയ്താൽ മതി. പുരുഷനും സ്ത്രീയും 3:2 എന്ന റേഷ്യോയിലല്ലേ. അപ്പൊ 3:2 റേഷ്യോ വരുന്ന ഏതെങ്കിലും 2 വിലകൾ പുരുഷനും സ്ത്രീക്കും കൊടുക്കാം. അപ്പം നേരെ പുരുഷന്റെ എണ്ണം 30 ആയിരുന്നു എന്നും സ്ത്രീയുടെ എണ്ണം 20 ആയിരുന്നു എന്നും എടുക്കാം. 30ഉം 20ഉം ചെറുതാക്കുമ്പോൾ 3:2 റേഷ്യോ വന്നോളും. അപ്പം ഞാൻ ഒരു എക്സാമ്പിൾ വില പുരുഷനും സ്ത്രീക്കും കൊടുത്തു, 30ഉം 20ഉം. ഓക്കെ, അപ്പൊ 3:2 റേഷ്യോ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും 2 വിലകൾ പുരുഷനും സ്ത്രീക്കും കൊടുത്താൽ മതി. അപ്പം 30ഉം 20ഉം എന്ന് കൊടുത്തു. ഇനി 30 പുരുഷന്മാരും 20 സ്ത്രീകളുമാണെന്ന് അങ്ങ് സങ്കല്പിച്ചു. ഇനി സ്ത്രീകളിൽ നിന്ന് 1/4 ഭാഗം പിരിഞ്ഞു പോയെന്നല്ലേ. 20ന്റെ 1/4 ഭാഗം കണ്ടുപിടിക്കണം. ശരിയാണോ മക്കളെ? 20ന്റെ 1/4 ഭാഗം 5. അപ്പം 1/4 ഭാഗം സ്ത്രീകൾ പോയെന്ന് പറഞ്ഞാൽ 5 സ്ത്രീകൾ പോയെന്നർത്ഥം ആണോ? അപ്പൊ പുരുഷന്മാരുടെ പുതിയ എണ്ണം 30 തന്നെ, സ്ത്രീകളുടെ പുതിയ എണ്ണം 20ൽ നിന്ന് 5 പേര് പോയി 15. അപ്പോൾ പുതിയ റേഷ്യോ 2:1 ആണ്. 30:15 എന്ന് പറഞ്ഞാൽ 2:1 എന്ന് കിട്ടുമല്ലോ. അപ്പം ഞാൻ എന്ത് ചെയ്തു? 3:2 എന്ന റേഷ്യോയിലാണ് പുരുഷനും സ്ത്രീയിലും. അപ്പം 3:2 സാറ്റിസ്ഫൈ ചെയ്യുന്ന 2 വിലകൾ പുരുഷനും സ്ത്രീക്കും കൊടുത്തു. 30 20 എടുത്തു. ഏറ്റവും എളുപ്പം അതല്ലേ. 300 200 എടുക്കാം, ഒരു കുഴപ്പമില്ല. കേൾക്കുന്നുണ്ടോ മക്കളെ? അതിൽ നിന്ന് 1/4 ഭാഗം സ്ത്രീകൾ പോയെന്ന് പറഞ്ഞാൽ 20 സ്ത്രീകളാണല്ലോ. 1/4 ഭാഗം 5 സ്ത്രീകളാണ്, ബാക്കി 15 സ്ത്രീകൾ. 30ഉം 15ഉം തമ്മിലുള്ള റേഷ്യോ 2:1 എന്ന് കിട്ടി. ഇങ്ങനെയാണ് അത് ചെയ്തെടുക്കുന്നത്. ക്ലിയർ ആണോ കാര്യങ്ങൾ? പക്കയായിട്ട് മനസ്സിലായോ? അങ്ങനെയെങ്കിൽ മുന്നോട്ട് പോയാലോ? എങ്കിൽ അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ടൈപ്പാണ് നമ്മൾ ഇനി പഠിക്കുന്നത്. ഈ ടൈപ്പ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ വന്നാൽ എക്സാമ്പിൾ വില കൊടുത്ത് ചെയ്യുക. ഏതെങ്കിലും എക്സാമ്പിൾ വില കൊടുത്താൽ മതി. 3:2 റേഷ്യോ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഏതെങ്കിലും 2 വിലകൾ പുരുഷനും സ്ത്രീക്കും കൊടുത്താൽ മതി. അപ്പോൾ 30 20 ആണല്ലോ ഏറ്റവും എളുപ്പമുള്ളത്. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത ടൈപ്പ് പഠിക്കാം മക്കളെ. നമ്മുടെ നെക്സ്റ്റ് ടൈപ്പ് നമ്മൾ പഠിക്കാൻ പോകുന്നത് 16ാമത്തെ ടൈപ്പ് ചോദ്യമാണ്. 16ാമത്തെ ടൈപ്പ്. 15 ടൈപ്പുകൾ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇത് 16ാമത്തെ ടൈപ്പ് ചോദ്യമാണ്. ചോദ്യം ശ്രദ്ധിച്ച് കേൾക്കണേ. 40 ലിറ്റർ മിശ്രിതത്തിൽ പാലും വെള്ളവും 3:1 എന്ന അംശബന്ധത്തിൽ ആണ്. ഇതിലേക്ക് എത്ര ലിറ്റർ വെള്ളം ചേർത്താൽ അനുപാതം 2:1 എന്നതാകും? 40 ലിറ്റർ മിശ്രിതത്തിൽ പാലും വെള്ളവും 3:1 എന്ന അംശബന്ധത്തിലാണ്. ഇതിലേക്ക് എത്ര ലിറ്റർ വെള്ളം ചേർത്താൽ അനുപാതം 2:1 എന്നതാകും? ഓക്കെ, അപ്പം ഞാൻ ഈ കണക്ക് ചെയ്യുന്ന ഓരോ മെത്തേഡായിട്ട് പറയാം. ശ്രദ്ധിച്ച് കേട്ടോണം, ശ്രദ്ധിച്ചിരുന്നോണം. ഇത് കുറച്ച് കൺഫ്യൂഷൻ വരുന്ന ഭാഗങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഒരു തവണ കേട്ടിട്ട് നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയില്ലെങ്കിൽ ഒരു തവണ കൂടെ കേട്ട് നോക്കുക. എന്നിട്ടും ക്ലിയർ ആയില്ലെങ്കിൽ കുറച്ചുകൂടെ ഫ്രഷ് ആയിട്ടിരിക്കുന്ന സമയത്ത് കേട്ട് നോക്കുക. അപ്പോൾ കാര്യങ്ങൾക്ക് ക്ലാരിറ്റി വന്നോളും. കേൾക്കുന്നുണ്ടോ മക്കളെ? ശരി, നോക്കണേ. 40 ലിറ്റർ മിശ്രിതത്തിൽ പാലും വെള്ളവും 3:1 എന്ന അംശബന്ധത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരി, അപ്പം 40 ലിറ്റർ മിശ്രിതമാണ്. ആകെ 40 ലിറ്റർ ഉണ്ട് മിശ്രിതം. ഇതിൽ മിൽക്കും വാട്ടറും 3:1 എന്ന അംശബന്ധത്തിലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് മിൽക്കിന്റെ അളവ് കണ്ടുപിടിക്കാം അല്ലേ. 40ന്റെ 4/3 ഭാഗം മിൽക്കാ. സോ 40 ഇൻറ്റു 4/3 അല്ലേ, അതായത് 30 ലിറ്റർ മിൽക്കുണ്ട്. അപ്പോൾ വാട്ടറിന്റെ അളവ് ബാക്കിയുള്ള 10 ലിറ്റർ ആണ്. അപ്പം 30 ലിറ്റർ മിൽക്കും 10 ലിറ്റർ വാട്ടറുമാണ്. 40നെ 3:1 എന്ന റേഷ്യോയിൽ വീതിക്കുമ്പം അത് 30ഉം 10ഉം ആണെന്ന് സിമ്പിളായിട്ട് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. 40 ലിറ്ററിനെ 3:1 എന്ന റേഷ്യോയിൽ വീതിക്കുമ്പം അത് 30ഉം 10ഉം ആണെന്ന് നമുക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. ഓക്കെ, ഇനി അല്ലെങ്കിൽ ഇപ്പം നമ്മൾ ചെയ്തതുപോലെ നമുക്കറിയാം, ഇവിടെ നോക്കിയേ, 4/3 ഭാഗം മിൽക്കാണ്. അപ്പം 40 ലിറ്ററിൻ്റെ 4/3 ഭാഗം കണ്ടുപിടിച്ചാൽ മിൽക്ക് എത്ര ലിറ്റർ ആണെന്ന് കിട്ടും. മിൽക്ക് കിട്ടിയാൽ വാട്ടർ കിട്ടും. ശരി, അപ്പം നോക്കിക്കേ, ചോദ്യം ഒന്നുകൂടെ. സോ മിൽക്കും വാട്ടറും ഏത് റേഷ്യോയിലാണ്? 3:1 എന്ന റേഷ്യോയിലാണ് അല്ലേ. അപ്പം മിൽക്കിൻ്റെ അളവ് 30 ലിറ്റർ ആണെന്നും വാട്ടറിൻ്റെ അളവ് 10 ലിറ്റർ ആണെന്നും മനസ്സിലായി. ഇനി ഇവർ പറയുവാണ്, ഇതിലേക്ക് എത്രയോ ലിറ്റർ വെള്ളം ചേർത്തപ്പം അത് 2:1 എന്ന റേഷ്യോയിലേക്ക് മാറി എങ്കിൽ എത്ര ലിറ്റർ വെള്ളമാണ് ചേർത്തത്, അല്ലെങ്കിൽ എത്ര ലിറ്റർ വെള്ളം ചേർത്താൽ 2:1 എന്ന റേഷ്യോയിലേക്ക് മാറും. അപ്പം നമ്മൾ ഇനി ചെയ്യുന്നത് ശ്രദ്ധിച്ച് കേട്ടെ. മിൽക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം മിൽക്കിൻ്റെ പുതിയ അളവും പഴയ അളവും 30 ലിറ്റർ തന്നെ. പക്ഷേ വാട്ടർ 10 ലിറ്റർ ഉണ്ടായിരുന്നു, എക്സ് ലിറ്ററും കൂടെ നിങ്ങൾ ആഡ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് 2:1 എന്ന റേഷ്യോയിലേക്ക് മാറി എന്ന് മനസ്സിലാക്കുക. ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കുക. ക്ലിയർ ആണോ ഞാൻ? അതായത് മക്കളെ, വെള്ളം എത്ര ലിറ്റർ ചേർത്താൽ 2:1 എന്ന റേഷ്യോയിലേക്ക് മാറുന്നല്ലേ. എക്സ് ലിറ്റർ വെള്ളം ചേർത്തു, അപ്പോൾ 2:1 എന്ന റേഷ്യോയിലേക്ക് മാറി എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ എക്സ് കണ്ടുപിടിക്കുക. ഓക്കെ, ഇനി നമുക്ക് സാധാരണ പോലെ എഴുതി ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ചെറിയ ലോജിക്ക് യൂസ് ചെയ്യാം. 2 എന്ന റേഷ്യോയിലല്ലേ ഇപ്പം മിൽക്കുള്ളത്, അത് 30 ലിറ്റർ മിൽക്കല്ലേ. 2 എന്ന റേഷ്യോയിലുള്ള മിൽക്ക് 30 ലിറ്റർ ആണ്. 2:30 ആണെങ്കിൽ 1:15 അല്ലേ. 1:15 ആണെങ്കിൽ ഈ 1:15 ആവണം. അപ്പോൾ 10 ലിറ്ററിൻ്റെ കൂടെ എത്ര ലിറ്റർ വെള്ളം ചേർക്കണം? 5 ലിറ്റർ വെള്ളം ചേർക്കണം. അപ്പോൾ ആൻസർ ശരിയാകും. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 5 ലിറ്റർ ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ കൺസെപ്റ്റുകൾ ഞാൻ പറയുമ്പോഴേ തുടക്കക്കാർക്ക് ചെറുതായിട്ടൊന്ന് ഒരു കൺഫ്യൂഷൻ വരും. കുറച്ച് ഓക്കെ ആയിട്ടുള്ള കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ ഒരു റൗണ്ട് കൂടെ പറഞ്ഞു തരട്ടെ മക്കളെ. ചെയ്ത രീതി ശ്രദ്ധിച്ച് കേട്ടോണം, സിമ്പിളാണ്, ഒന്നുമില്ല. 40 ലിറ്റർ മിശ്രിതം ആണോ, അതിൽ മിൽക്കും വാട്ടറും 3:1 എന്ന റേഷ്യോയിൽ. അപ്പം 40 ലിറ്ററിൽ 3:1 എന്ന റേഷ്യോയിൽ വീതിക്കുമ്പോൾ 30 ലിറ്റർ മിൽക്കാണെന്നും 10 ലിറ്റർ വാട്ടർ ആണെന്നും മനസ്സിലാക്കാം. അപ്പം മിൽക്കും വാട്ടറും 3:1 എന്ന റേഷ്യോയിലാണ്. അപ്പം 30 ലിറ്റർ മിൽക്കും 10 ലിറ്റർ വാട്ടറുമാണ്. ഓക്കെ, ഇതിലേക്ക് എക്സ് ലിറ്റർ വാട്ടർ ചേർത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് 2:1 ആയി മാറി എന്നങ്ങ് വിചാരിക്കുക. അപ്പോൾ എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പം മിൽക്കിൻ്റെ ഇപ്പോഴത്തെ അളവ് 30 ലിറ്റർ തന്നെ. മിൽക്ക് നമ്മൾ ചേർക്കുന്നില്ലാത്തതുകൊണ്ട് പുതിയ അളവ് 30 ലിറ്റർ തന്നെ. വാട്ടർ 10 ലിറ്റർ ആയിരുന്നു, നമ്മൾ എക്സ് ലിറ്റർ വാട്ടറും കൂടെ ചേർത്തപ്പോൾ 2:1 എന്ന റേഷ്യോയിലേക്ക് മാറി അല്ലേ. അപ്പം മിൽക്കിൻ്റെ പുതിയ റേഷ്യോ 2. മിൽക്കിൻ്റെ പുതിയ അളവ് 30 ലിറ്ററാണ്. 2 റേഷ്യോ എന്ന് പറഞ്ഞാൽ 30 ലിറ്ററിന് തുല്യമാണെങ്കിൽ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 15 ലിറ്ററിന് തുല്യമാവണ്ടേ. അപ്പോൾ ഒരു റേഷ്യോ 15 ലിറ്റർ ആണെങ്കിൽ ഈ ഒരു റേഷ്യോ 15 ലിറ്ററിന് തുല്യമാണ്. അപ്പം 10 ലിറ്റർ പ്ലസ് 5 ലിറ്റർ ആഡ് ചെയ്താലല്ലേ 15 ലിറ്റർ ആവത്തുള്ളൂ. അപ്പോൾ എത്ര ലിറ്റർ വെള്ളം ചേർക്കണം എന്ന് ചോദിച്ചാൽ 5 ലിറ്റർ വെള്ളം ചേർക്കണം എന്ന് മനസ്സിലാക്കാം. മക്കളെ മനസ്സിലായോ? ഇങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാലോ. ഒന്നുകൂടി പറയട്ടെ ഞാൻ. അതായത് മിൽക്ക് 30 ലിറ്റർ ഉണ്ട്, വാട്ടർ 10 ലിറ്റർ ഉണ്ട്.
എക്സ് ലിറ്റർ വാട്ടർ അങ്ങോട്ട് ചേർത്തു. അപ്പോൾ അത് 2:1 എന്ന റേഷ്യോയിലേക്ക് മാറി എന്ന് സങ്കല്പിക്കുക. ഈ എക്സ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ 2 എന്ന റേഷ്യോയിലാണ് നമ്മുടെ മിൽക്ക് കൂട്ടാനുള്ളത്. 2 റേഷ്യോയിലുള്ള മിൽക്ക് 30 ലിറ്റർ ഉണ്ട്. 2 റേഷ്യോ 30 ലിറ്ററിന് തുല്യമാണെങ്കിൽ 1 റേഷ്യോ 15 ലിറ്റർ അല്ലേ? 1 റേഷ്യോ 15 ആണെങ്കിൽ ഇവിടെ 1 റേഷ്യോ അല്ലേ ഉള്ളത്, ഇത് 15 ആവണ്ടേ? 15 ആവാൻ 10ൻ്റെ കൂടെ 5 ലിറ്റർ വെള്ളം ചേർക്കണ്ടേ? അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് 5 ലിറ്റർ. അപ്പോൾ ഇതാണ് ഈ കണക്ക് ചെയ്യാൻ നല്ല മെത്തേഡ്. ഇനി ഞാൻ വേറൊരു മെത്തേഡും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ശ്രദ്ധിച്ച് കേട്ടു മക്കളെ, ശ്രദ്ധിച്ച് കേട്ടോ. മിൽക്കും വാട്ടറും ഏത് റേഷ്യോയിലാണ്? 3:1 എന്ന റേഷ്യോയിലാണ്. ആണല്ലോ, മിൽക്കും വാട്ടറും 3:1 എന്ന റേഷ്യോയിലാണ്. ഓക്കെ, ഇനി 3:1 എന്ന റേഷ്യോയിലുള്ള മിൽക്കും വാട്ടറും എത്ര ലിറ്റർ വാട്ടർ ചേർത്താൽ 2:1 എന്ന റേഷ്യോയിലേക്ക് മാറും എന്നതാണ് ചോദ്യം. എത്ര ലിറ്റർ വാട്ടർ ചേർത്താലാണ് അത് 2:1 എന്ന റേഷ്യോയിലേക്ക് മാറുന്നത് എന്നതാണ് നമ്മുടെ ചോദ്യം. അപ്പം ചോദ്യം, മിൽക്കും വാട്ടറും ഓൾറെഡി എത്ര ലിറ്റർ ഉണ്ട് മക്കളെ? 40 ലിറ്റർ മിൽക്കും വാട്ടറും ഉണ്ട്. അത് 3:1 എന്ന റേഷ്യോയിലാണ്. എത്ര ലിറ്റർ വാട്ടർ അങ്ങോട്ട് ആഡ് ചെയ്താൽ അത് 2:1 എന്ന റേഷ്യോയിലേക്ക് മാറും? നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ വാട്ടർ ആഡ് ചെയ്യുമ്പം മിൽക്കിൻ്റെ റേഷ്യോ മാറാൻ പാടില്ല. അപ്പം മിൽക്കിൻ്റെ റേഷ്യോ മാറാത്ത രീതിയിൽ ഞാൻ ഇതിനെ സെറ്റ് ചെയ്യാൻ പോവാം. കാരണം എനിക്ക് വാട്ടർ ആഡ് ചെയ്യണ്ടേ, അപ്പോൾ മിൽക്കിൻ്റെ റേഷ്യോ മാറാൻ പാടില്ല. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം, ഈ 3 കൊണ്ട് താഴത്തെ റേഷ്യോയെ മുഴുവൻ ഗുണിക്കുന്നു, അതുപോലെ ഈ 2 കൊണ്ട് മുകളിലത്തെ റേഷ്യോയെ മുഴുവൻ ഗുണിക്കുന്നു. അപ്പോൾ എന്ത് സംഭവിക്കും? മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും പുതിയ റേഷ്യോ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ 6:2 എന്ന് വരും. ശരിയല്ലേ മക്കളെ? താഴത്തേതിനെ ഗുണിക്കുമ്പം 6:3 എന്ന് വരും അല്ലേ? ഇപ്പം നിങ്ങൾ നോക്കിക്കേ, നമ്മൾ മിൽക്കിൻ്റെ റേഷ്യോയിനെ കോൺസ്റ്റൻ്റ് ആക്കി മാറ്റി. വാട്ടറാണ് ആഡ് ചെയ്യേണ്ടത്, മിൽക്കിൻ്റെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആയി മാറി. മിൽക്കിൻ്റെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പരിപാടി കാണിച്ചത് അല്ലേ? മിൽക്കിൻ്റെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആയെങ്കിൽ ഇനി നമുക്ക് ഈ പഴയ റേഷ്യോ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി കണക്കിൽ ഈ പുതിയ റേഷ്യോ വെച്ച് ചെയ്യണം. ഓക്കെ, മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ 6:2 ആയിരുന്നു. ഇതിലേക്ക് എത്ര ലിറ്റർ വെള്ളം ആഡ് ചെയ്താൽ അത് 6:3 എന്ന റേഷ്യോയിലേക്ക് മാറും? അതായത് ഒരു റേഷ്യോ അല്ലേ കൂടിയേക്കുന്ന വാട്ടർ, 2 വാട്ടറിൻ്റെ റേഷ്യോ 3 മാറി. അപ്പോൾ ഒരു റേഷ്യോ ആണ് കൂടേണ്ടത്. അപ്പോൾ ഒരു റേഷ്യോ ഏതിന് തുല്യമാണെന്ന് കണ്ടുപിടിച്ച ഉത്തരവായി. എനിക്കറിയാം, ശ്രദ്ധിച്ച മക്കളെ, 6ഉം 2ഉം 8 റേഷ്യോയാണ് മിൽക്കും വാട്ടറും കൂടെ ഉള്ളത് അല്ലേ? ഈ 8 റേഷ്യോ എന്ന് പറഞ്ഞാൽ 40 ലിറ്ററിന് തുല്യമാണ്. 8 റേഷ്യോ എന്ന് പറഞ്ഞാൽ 40 ലിറ്ററിന് തുല്യമാണെങ്കിൽ ഒരു റേഷ്യോ എന്ന് പറയുന്നത് 5 ലിറ്ററിന് തുല്യമായിരിക്കും. അപ്പോൾ ഒരു റേഷ്യോ ആഡ് ചെയ്താൽ മതിയെങ്കിൽ 5 ലിറ്റർ വെള്ളം ആഡ് ചെയ്താൽ മതി എന്നർത്ഥം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 5 ലിറ്റർ. ഇങ്ങനെയും ഈ കണക്ക് ചെയ്യാം. കൂടുതൽ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ തല പുകയ്ക്കണ്ട കേട്ടോ, മറ്റേ രീതി തന്നെ ചെയ്തോ. ഞാനിത് കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുന്നവർക്കും കൂടെ വേണ്ടി പറഞ്ഞു കൊടുക്കുന്നതാണ്. ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം മക്കളെ, ഒന്നുമില്ല, വലിയ കാര്യമൊന്നും അല്ല. എന്നാലും മിൽക്കും വാട്ടറും ഏത് റേഷ്യോയിലാണ്? 3:1 എന്ന റേഷ്യോയിലാണ്. അത് 2:1 എന്ന റേഷ്യോയിലേക്ക് മാറ്റാൻ എത്ര വാട്ടർ ആഡ് ചെയ്യണമെന്നാണ് മക്കളെ. വാട്ടർ ആഡ് ചെയ്യണമെങ്കിൽ മിൽക്കിൻ്റെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആക്കി നിർത്തിയാൽ വാട്ടർ ആഡ് ചെയ്യുന്ന റേഷ്യോയുടെ ബേസിൽ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എനിക്ക് മിൽക്ക് ആഡ് ചെയ്യുന്നില്ല, വാട്ടർ ആഡ് ചെയ്യുന്നത്, അതുകൊണ്ട് മിൽക്കിൻ്റെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആയിട്ട് നിർത്തണം. അതിന് ഞാൻ ചെയ്ത മാർഗം, ഈ 2 കൊണ്ട് മുകളിലത്തേതിനെയും ഈ 3 കൊണ്ട് താഴത്തേതിനെയും ഗുണിച്ചു. അപ്പോൾ ഇത് 6:2 എന്നും ഇത് 6:3 എന്നും വന്നു. ഇപ്പോൾ മിൽക്കിൻ്റെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആയി. മിൽക്ക് ആഡ് ചെയ്യുന്നില്ലാത്തതുകൊണ്ട് മിൽക്കിൻ്റെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആക്കുകയാണെങ്കിൽ ചെയ്യാൻ എളുപ്പമുണ്ട്. അപ്പോൾ 2 എന്ന റേഷ്യോയിലായിരുന്ന വാട്ടർ 3 എന്ന റേഷ്യോയിലേക്ക് മാറി, ഒരു റേഷ്യോ കൂടി. അപ്പോൾ ഒരു റേഷ്യോ കൂടാൻ ഒരു റേഷ്യോ എത്രയാണെന്ന് അറിഞ്ഞാൽ ഉത്തരവായി. ഈ ഒരു റേഷ്യോ എത്രയാണെന്ന് അറിയാൻ വേണ്ടി 6:2 എന്ന റേഷ്യോയിലാണല്ലോ മിൽക്കും വാട്ടറും. അപ്പോൾ 8 റേഷ്യോ ഉണ്ട് രണ്ടും കൂടെ, ആകെ 40 ലിറ്റർ ഉണ്ട്. അപ്പോൾ 8 റേഷ്യോ 40 ലിറ്ററാണ്. അപ്പോൾ ഒരു റേഷ്യോ 5 ലിറ്ററാണ്. അപ്പോൾ ഒരു റേഷ്യോ കൂടണമെങ്കിൽ 5 ലിറ്റർ വെള്ളം ചേർക്കണം. അപ്പോൾ ആൻസർ 5.
ഇനി മനസ്സിലായില്ലെങ്കിൽ അത് വിട്ടേരെ കേട്ടോ, ബോധേടാവണ്ട. യെസ് മക്കളെ, അടുത്തൊരു ചോദ്യം ചെയ്യാം. അടുത്തൊരു ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ. 44 ലിറ്റർ മിശ്രിതത്തിൽ പാലും വെള്ളവും 6:5 എന്ന അനുപാതത്തിലാണ്. ഇതിലേക്ക് എത്ര ലിറ്റർ വെള്ളം ചേർത്താൽ അനുപാതം 2:3 എന്നതാകും? തൊട്ടു മുമ്പ് ചെയ്ത അതേ മോഡലാണ്. നമുക്ക് നോക്കാം. യെസ്, ഏതൊക്കെയുള്ള മിൽക്കും വാട്ടറും ഏത് റേഷ്യോയിലാണ് മക്കളെ? 6:5 എന്ന റേഷ്യോയിലാണ്. ഓക്കെ, ആകെ 44 ലിറ്റർ ഉണ്ട് അല്ലേ? അപ്പം 44 ലിറ്ററിൽ മിൽക്കും വാട്ടറും 6:5 എന്ന റേഷ്യോയിലാണെങ്കിൽ മിൽക്കിൻ്റെ അളവ് കാണാൻ 44 × 11/6 കണ്ടാൽ മതി. കാരണം 5ഉം 6ഉം 11/6 ഭാഗമാണ് മിൽക്ക്. അപ്പം 44 × 11/6 ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 44 × 11/6 ഇതും വെട്ടിപ്പോയി. 6 4 24 ലിറ്ററാണ് ഇതിൽ മിൽക്കിൻ്റെ അളവ്. അപ്പം 6 എന്ന റേഷ്യോയിലാണ് മിൽക്ക്, അത് 24 ലിറ്ററാണ്. 24 ലിറ്റർ മിൽക്കാണെങ്കിൽ ബാക്കി 20 ലിറ്റർ വാട്ടർ ആയിരിക്കും. അപ്പം ഈ 44 ലിറ്റർ മിശ്രിതത്തിൽ മിൽക്കും വാട്ടറും 6:5 എന്ന റേഷ്യോയിലാണ്. അപ്പം അതിൽ 24 ലിറ്റർ മിൽക്കും 20 ലിറ്റർ വാട്ടറുമാണ്. 24 ലിറ്റർ മിൽക്കും 20 ലിറ്റർ വാട്ടറുമാണ്. ഓക്കെ, ഇനി ചോദ്യം, ഇതിലേക്ക് എത്ര ലിറ്റർ എന്ത് ചേർത്താൽ? വെള്ളം ചേർത്താൽ. എത്ര ലിറ്റർ വെള്ളം ചേർത്താലാണ് ഇത് ഏത് റേഷ്യോയിലേക്ക് മാറണം? 2:3 എന്ന റേഷ്യോയിലേക്ക് മാറുന്നത് എന്നതാണ് ചോദ്യം. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെ ചെയ്യും? അപ്പം നമ്മൾ ചെയ്യുന്നത് മക്കളെ വേറൊന്നുമില്ല. നമ്മൾ ഈ 20 ലിറ്റർ വെള്ളത്തിലേക്ക് എക്സ് ലിറ്റർ വെള്ളം ചേർത്തു എന്ന് സങ്കല്പിക്കുക. അപ്പം മിൽക്കിൻ്റെ അളവ് 24 ലിറ്റർ തന്നെ. അപ്പോൾ റേഷ്യോ 2:3 ആയി എന്ന് സങ്കല്പിക്കുക. ഈ എക്സ് എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. 20 ലിറ്ററിലേക്ക് എത്ര ലിറ്റർ വെള്ളം ചേർത്താൽ 2:3 എന്ന റേഷ്യോയിലേക്ക് മാറും? അപ്പം മിൽക്കിൻ്റെ പുതിയ അളവും പഴയ അളവും ഈക്വൽ. കാരണം മിൽക്ക് ചേർക്കണില്ല. മിൽക്ക് ആദ്യം 24 ലിറ്ററാണ്, ഇപ്പോൾ ഫൈനലിലും മിൽക്കിൻ്റെ അളവ് 24 ലിറ്ററാണ്. വാട്ടർ ആദ്യം 20 ലിറ്ററാണ്, അതിലേക്ക് എക്സ് ലിറ്റർ വാട്ടർ ചേർത്തു എന്ന് സങ്കല്പിക്കുക. അപ്പോൾ 2:3 ആയി എന്ന് സങ്കല്പിക്കുക. എങ്കിൽ എക്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, ചെയ്യുന്ന രീതി ശ്രദ്ധിച്ച് കേട്ടേ മക്കളെ. 2 എന്ന റേഷ്യോയിലാണ് നമ്മുടെ മിൽക്ക് ഉള്ളത്. മിൽക്ക് 24 ലിറ്റർ ഉണ്ട്. ഇപ്പം 2 എന്ന റേഷ്യോയിലുള്ള മിൽക്ക് 24 ലിറ്റർ ഉണ്ടെങ്കിൽ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ 12 ലിറ്ററിന് തുല്യമാണ്. 2 റേഷ്യോ 24 ലിറ്റർ ആണെങ്കിൽ 1 റേഷ്യോ 12 ലിറ്റർ. 1 റേഷ്യോ 12 ലിറ്റർ ആണെങ്കിൽ ഈ 3 റേഷ്യോ എന്ന് പറഞ്ഞാൽ 36 ലിറ്റർ ആവണം. 3 റേഷ്യോ 36 ലിറ്റർ ആവണമെങ്കിൽ 20 ലിറ്റർ വെള്ളത്തിൻ്റെ കൂടെ 16 ലിറ്റർ വെള്ളവും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 16 ലിറ്റർ. ഇങ്ങനെയാണ് ഈ കണക്ക് ചെയ്യേണ്ടത്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ചോദ്യം ബുദ്ധിമുട്ടാവുന്നുണ്ട്, എൻ്റെ കുഴപ്പമല്ല. എന്നോട് ദേഷ്യം തോന്നിയിട്ട് ഒരു കാര്യമില്ല. ശ്രദ്ധിച്ചു കേട്ടോ. 44 ലിറ്റർ മിശ്രിതം അല്ലേ? അതിൽ മിൽക്കും വാട്ടറും 6:5 എന്ന റേഷ്യോയിലല്ലേ? അപ്പം മിൽക്ക് എത്ര ലിറ്റർ ഉണ്ടെന്നും വാട്ടർ എത്ര ലിറ്റർ ഉണ്ടെന്നും ആദ്യം കണ്ടുപിടിച്ചു. 44 ലിറ്ററിൽ 11/6 ഭാഗം മിൽക്കാണ്. 11/6 ഭാഗം. അപ്പോൾ 24 ലിറ്റർ മിൽക്കാണ്. അപ്പം 44ൽ 24 ലിറ്റർ മിൽക്കും 20 ലിറ്റർ വാട്ടറുമാണ്. ഇത്ര ഓക്കെയാണ്. ശരി, ഇതിലേക്ക് എക്സ് ലിറ്റർ വാട്ടർ ആഡ് ചെയ്തപ്പം മിൽക്കിൻ്റെ അളവ് പഴയത് തന്നെ, 24 ലിറ്റർ തന്നെ. അപ്പോൾ 2:3 എന്ന റേഷ്യോയിലേക്ക് മാറി എന്ന് സങ്കല്പിക്കുക. ഈ എക്സ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ 2 എന്ന റേഷ്യോയിലാണ് ഇപ്പം മിൽക്ക് ഉള്ളത്. 2 എന്ന റേഷ്യോയിലുള്ള മിൽക്ക് 24 ലിറ്ററാണ്. അപ്പോൾ 1 എന്ന റേഷ്യോ 12 ലിറ്ററാണ്. 1 എന്ന റേഷ്യോ 12 ലിറ്റർ ആണെങ്കിൽ 3 എന്ന റേഷ്യോ 36 ലിറ്റർ ആയിരിക്കണം. അപ്പോൾ 20 ലിറ്റർ വാട്ടറിൻ്റെ കൂടെ 16 ലിറ്റർ വാട്ടറും കൂടെ ചേർത്താലേ 36 ലിറ്റർ ആവത്തുള്ളൂ. അപ്പോൾ എത്ര ലിറ്റർ വാട്ടർ ആഡ് ചെയ്യണം എന്ന് ചോദിച്ചാൽ 16 ലിറ്റർ വാട്ടർ ആഡ് ചെയ്യണം എന്ന് മനസ്സിലാക്കാം. ഇനി ഈ കണക്ക് നമ്മുടെ ടെക്നിക്കൽ രീതിയിലും കൂടെ ഒന്ന് ചെയ്ത് കാണിക്കാം. ഓക്കെ, മുമ്പേ പറഞ്ഞ സെക്കൻഡ് മെത്തേഡിലും കൂടെ ഒന്ന് ചെയ്ത് കാണിക്കാം. ഓക്കെ, 6:5 എന്ന റേഷ്യോയിലല്ലേ? ആണ്. നോക്കണേ, മിൽക്കും വാട്ടറും 6:5 എന്ന റേഷ്യോയിലാണ്.
ഇതിലേക്ക് എത്ര ലിറ്റർ വാട്ടർ ആഡ് ചെയ്താൽ ഏത് റേഷ്യോയിലേക്ക് മാറണം മക്കളെ? 2:3 എന്ന റേഷ്യോയിലേക്ക് മാറണം. ഇതാണ് ചോദ്യം. വാട്ടറാണ് ആഡ് ചെയ്യേണ്ട സാധനം. നമുക്കറിയാവുന്ന ഒരു കാര്യം, വാട്ടർ ആഡ് ചെയ്യുമ്പം മിൽക്കിൻ്റെ റേഷ്യോ മാറാത്ത രീതിയിലേക്ക് നമ്മളാക്കണം. ശരിയല്ലേ? മിൽക്കിൻ്റെ റേഷ്യോ മാറാത്ത രീതിയിലേക്ക് ആക്കണം. അതിനെന്താ മാർഗം? അതിനുള്ള മാർഗം ഇവിടെ മിൽക്കിൻ്റെ റേഷ്യോ 6, ഇവിടെ മിൽക്കിൻ്റെ റേഷ്യോ 2 അല്ലേ? ഇതങ്ങ് 6 ആക്കിയാൽ പോരെ? ഇത് 6 ആക്കണമെങ്കിൽ ഈ റേഷ്യോയെ മുഴുവൻ 3 കൊണ്ട് അങ്ങ് ഗുണിച്ചാൽ, ഈ റേഷ്യോയെ മുഴുവൻ 3 കൊണ്ടും ഗുണിച്ചാൽ 6 മാറിക്കോളും അല്ലേ? അപ്പം മിൽക്കിൻ്റെയും വാട്ടറിൻ്റെയും റേഷ്യോ 6:5 തന്നെ എടുക്കാം. മുകളിൽ താഴെ എത്രയോ ലിറ്റർ വെള്ളം ചേർത്തപ്പം, അതായത് ഈ 3 കൊണ്ട് അങ്ങ് ഗുണിച്ച് എഴുതുമ്പോൾ 6:9 എന്ന് വരും. ഇപ്പം ഞാൻ ചെയ്തതൊന്നുമില്ല, മിൽക്ക് ആഡ് ചെയ്യുന്നില്ല, വാട്ടറാണ് ആഡ് ചെയ്യുന്നത്. മിൽക്ക് ആഡ് ചെയ്യുന്നില്ലെങ്കിൽ മിൽക്കിൻ്റെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആക്കണം. മിൽക്കിൻ്റെ റേഷ്യോ കോൺസ്റ്റൻ്റ് ആക്കി മാറ്റി. കോൺസ്റ്റൻ്റ് ആക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഗുണിക്കേണ്ട ആവശ്യമില്ല. താഴത്തെ റേഷ്യോനെ ഒരു 3 കൊണ്ട് ഗുണിച്ചാൽ അത് 6 ഒരേപോലെ ആയി മാറിക്കോളും. ഈ 2 റേഷ്യോയ്ക്ക് ഒരേ മാറ്റമല്ലേ ഇവിടെ വരുത്തുന്നത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. 2:3 എന്ന് എഴുതുന്നത് തന്നെയാണ് 6:9. 6:9 സിംപ്ലിഫൈ ചെയ്യുന്നതാണ് 2:3. അപ്പോൾ 2:3യുടെ വിലയും 6:9ൻ്റെ വിലയും സെയിം ആണ്. അപ്പോൾ അതിനെ അങ്ങനെ മാറ്റി എഴുതുന്നതിന് ഒരു കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ ഇവിടെ ഒന്നും ചെയ്യാതെ ഇതിനെ മാത്രം? ഒരു കുഴപ്പമില്ല. 2:3 നിങ്ങൾ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന അതേ ഉത്തരമാണ് 6:9 ചെയ്യുമ്പം. 2:3 എന്ന് പറഞ്ഞാൽ 2/3, അത് തന്നെയാണ് 6/9, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പോൾ അങ്ങനെ എഴുതുന്നതിന് ഒരു കുഴപ്പമില്ല, ഉത്തരം സെയിം ആണ്. ഓക്കെ, നമുക്ക് ഈക്വൽ ആക്കണം, അതാ ഉദ്ദേശം, അതുകൊണ്ടാണ് അങ്ങനെ എഴുതിയത്. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിക്കേ, ഇവിടെ വാട്ടർ 5 എന്ന റേഷ്യോയിലാണ് 9 എന്ന റേഷ്യോയിലേക്ക് മാറണം. അപ്പം 4 റേഷ്യോ കൂടണം. അപ്പം ഈ 4 റേഷ്യോ ഏതിന് തുല്യമാണെന്ന് നോക്കി ഉത്തരവായി. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയേ, നമുക്കറിയാം മിൽക്കും വാട്ടറും കൂടെ ആകെ 11 റേഷ്യോ ഇല്ലേ? ഉണ്ടോ? അപ്പോൾ ഈ 11 റേഷ്യോ എന്ന് പറയുന്നതല്ലേ ആകെയുള്ള 44 ലിറ്റർ. 11 റേഷ്യോ 44 ലിറ്റർ ആണെങ്കിൽ ഒരു റേഷ്യോ എന്ന് പറഞ്ഞാൽ മക്കളെ 4 ലിറ്റർ അല്ലേ? 44/11. ഒരു റേഷ്യോ 4 ലിറ്റർ ആണെങ്കിൽ 4 റേഷ്യോ കൂടണമെങ്കിൽ 4 × 4 16 ലിറ്റർ വെള്ളം ചേർക്കണ്ടേ? അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ 16 ലിറ്റർ എന്ന് കിട്ടും. ഇതാണ് റേഷ്യോ ഈക്വൽ ആക്കി ചെയ്യുന്ന ടെക്നിക്ക്. മനസ്സിലായില്ലെങ്കിൽ സാരമില്ല, നീ മനസ്സിലായില്ലല്ലോ എന്നോർത്ത് സങ്കടപ്പെടുകയൊന്നും വേണ്ട. അത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് ഉപകാരപ്പെട്ടോളും. ഇനി അല്ലാത്തവർ സങ്കടപ്പെടുകയൊന്നും വേണ്ട, മറ്റേ മെത്തേഡ് നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ റേഷ്യോയുടെ നമ്മുടെ 6ാമത്തെ പാർട്ട് വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. മക്കളെ, എന്തായാലും ഒരു പാർട്ട് വീഡിയോയും കൂടെ നമുക്ക് ഈ ചാപ്റ്ററിന് ആവശ്യമായിട്ട് വരും. ഈ ഒരു 6ാമത്തെ പാർട്ടിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ ചില കൂട്ടുകാർക്ക് അത് മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും എന്ന് എനിക്കറിയാം. ഏതെങ്കിലും ഒരു രീതിയിൽ ചെയ്ത് പഠിക്കുക കേട്ടോ. ഇതിന് വലിയ ആനക്കാരി ഒന്നും അല്ലെന്നേ. 1, 2, 3 തവണയൊക്കെ ഒന്നും കൂടെ കേട്ട് ഒന്നും കൂടെ റിവിഷൻ ചെയ്തൊക്കെ വരുമ്പോൾ അതങ്ങ് സെറ്റായിക്കോളും. പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് മക്കളെ. അപ്പോൾ നമുക്ക് അങ്ങനെ അങ്ങ് ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ. അപ്പം മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടെ ഒക്കെ നോക്കാനും റിവിഷൻ ചെയ്യാനും ശ്രമിക്കുക കേട്ടോ. അപ്പം അടുത്ത പാർട്ട് വീഡിയോയിൽ കാണാം. ടാറ്റാ.